എല്ലാവർക്കും നമസ്കാരം. ഹൈജനിക്സ് ലൈഫിൻ്റെ നേച്ചർ ക്യാമ്പുകൾ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ, ഹെൽത്ത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ഹൈജനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ്. ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും പൂർണ്ണമായും ആരോഗ്യകരമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പരിശീലന പരിപാടി. ഇതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിനെക്കുറിച്ചിട്ടോ അതിന് പറ്റുന്ന നിത്യജീവിതത്തിലെ സ്ട്രെസ്സുകൾക്കിടയിൽ പറ്റുന്ന പരിക്കുകൾ, കേടുപാടുകൾ, ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളെക്കുറിച്ചിട്ട് ചിന്തിക്കാറില്ല. നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും നല്ല രീതിയിലാണോ, നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ശരീരകോശങ്ങളിൽ നടക്കുന്ന പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ, ജൈവരാസപ്രവർത്തനങ്ങൾ, ഇതെല്ലാം ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ അത് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ മെറ്റബോളിസം ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നുണ്ടോ, അതായത് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഉപാപചയ വൈകല്യ രോഗങ്ങൾ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇനി ഓൾറെഡി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോവുകയാണോ, അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണോ, അതിനെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള അതിൻ്റെ അവസ്ഥ എന്താണ്, അതിനെ നമ്മളൊക്കെ എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയും ഭക്ഷണരീതിയും പാലിക്കുന്നതിലൂടെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാനും ഓൾറെഡി വന്നിട്ടുള്ള രോഗങ്ങളെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുമുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടി ഈ ക്യാമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന പരിസ്ഥിതി, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിലെ പോഷണ സന്തുലനം, അതിൻ്റെ കലോറി ബാലൻസ് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ, വെയിലേൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സൺലൈറ്റ് എക്സ്പോഷർ, വൈറ്റമിൻ ഡി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ അത് വഹിക്കുന്ന പങ്ക്, നമ്മുടെ ശാരീരിക ചലനങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റി, അത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൽ വഹിക്കുന്ന പങ്ക്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവ വ്യവസ്ഥയിലും നമ്മുടെ ശരീര ചലനങ്ങൾ എങ്ങനെയാണ് ആരോഗ്യകരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ, ശരീര ചലനങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിൽ, നമ്മുടെ ദഹന വ്യവസ്ഥയിൽ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ, അന്തസ്രാവ ഗ്രന്ഥികളിൽ, നമ്മുടെ കിഡ്നികളിൽ, അതുപോലെ തന്നെ കരളിൽ, ഇങ്ങനെയുള്ള നിരവധി വ്യവസ്ഥകളിൽ, നമ്മുടെ മസിൽസിൽ, നമ്മുടെ അസ്ഥിയിൽ, നമ്മുടെ പേശികളിലും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലും ഒക്കെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാനും, കൃത്യമായ ശരീരചലനത്തിലൂടെ, ലളിതമായിട്ടുള്ള വ്യായാമ രീതികളിലൂടെ നമ്മുടെ മെറ്റബോളിസത്തെ ഏറ്റവും ശരിയായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്തി ഈ പറഞ്ഞ എല്ലാ അവയവങ്ങളുടെയും ഒക്കെ തന്നെ ആരോഗ്യം പൂർണ്ണമായി പരിരക്ഷിക്കാനുള്ള വ്യായാമങ്ങൾ, യോഗ, എക്സസൈസുകൾ, അതേപോലെ തന്നെ റെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം, നമ്മൾ വളരെ കൃത്യമായി എടുത്തിരിക്കേണ്ട മാനസിക വിശ്രമം, ശാരീരികമായ വിശ്രമം, അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കേണ്ട റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, നിശ്ചിത ജോലി ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ഓരോ അവയവത്തിനും ഓരോ അവയവ വ്യവസ്ഥയ്ക്കും കൃത്യമായിട്ടുള്ള വിശ്രമം ആവശ്യമുണ്ട്. അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ശരീരത്തിന് ടോട്ടലി ഇൻറ്റേർണലി ഒരു റെസ്റ്റ് ആവശ്യമുണ്ട്. ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു വിശ്രമമാണെന്ന് വിചാരിക്കരുത്. ഓരോ അവയവ വ്യവസ്ഥയ്ക്കും നൽകേണ്ടുന്ന ഫിസിയോളജിക്കൽ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം, അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, നമ്മുടെ മാനസികാരോഗ്യം തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജനിക്സ് ലൈഫ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒപ്പം നമുക്ക് 4 ദിവസം പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് പൂർണ്ണമായിട്ടും ഒന്ന് എൻജോയ് ചെയ്യാനും ഒന്ന് കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാനുമായി ആവശ്യമായിട്ടുള്ള ഒരു നേച്ചർ ക്യാമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അത് ക്യാമ്പ് നടക്കുന്നത് പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന ഹൈജനിക്സ് ലൈഫിൻ്റെ തന്നെ ക്യാമ്പ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ കടുത്ത വേനലിലും രാത്രി നല്ല സുഖമായി മൂടി പുതച്ച് ഉറങ്ങാൻ കഴിയുന്ന കാലാവസ്ഥയുള്ള സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2300 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥയിലുള്ള വലിയ പ്രകടമായൊരു മാറ്റം ഉണ്ട്. കർണാടക റിസർവ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമമാണ് ഈ ജോസ്ഗിരി. അപ്പോൾ അവിടെ നമുക്ക് പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന ഈ
ക്യാമ്പ് സെൻറ്ററിൽ താമസിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഒപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് തെരുവമല എന്ന് പറയുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ഹിൽ ടോപ്പ് വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അവിടത്തേക്കുള്ള ട്രക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കർണാടക റിസർവ് ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെ ഭാഗമായിട്ട് ഒഴുകുന്ന തേജസ്വിനി പുഴ, നല്ല മനോഹരമായിട്ടുള്ള പുഴ, വേനലിലും ഒഴുകുന്ന കുളിക്കാൻ കഴിയുന്ന പുഴയാണ്. അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന, ഈവൻ മഴക്കാലത്ത് പോലും വെള്ളം കലങ്ങി ഒഴുകാത്ത നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയി കുളിക്കാം. അതിന് തൊട്ടടുത്തുള്ള കാടിൻ്റെ ഓരങ്ങളിലൂടെയൊക്കെ ഒന്ന് നടക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിൽ ഒരു നേച്ചർ ക്യാമ്പ് ആക്ടിവിറ്റി, അതിൻ്റെ കൂടെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിരവധി ആക്ടിവിറ്റികൾ, അതിൻ്റെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിൽ പലതരത്തിലുള്ള ഭക്ഷണ രീതികളുടെ പരിശീലനമുണ്ട് ക്യാമ്പിൽ. പലതരത്തിലുള്ള ഡയറ്റ് സിസ്റ്റംസ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണങ്ങളെ തന്നെ എങ്ങനെയാണ് ആരോഗ്യകരമായി പരിഷ്കരിക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ ചില ഹീലിംഗ് ഡയറ്റുകൾ എന്ന് പറയുന്ന അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില തെറാപ്യൂട്ടിക് ഡയറ്റുകൾ, അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള നമ്മുടെ മെറ്റബോളിസം ഏറ്റവും ശരിയായ രീതിയിൽ എൻഹാൻസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള തരത്തിലുള്ള ഡയറ്റ് സിസ്റ്റംസ്, കലോറി ബാലൻസ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള രീതികൾ, എല്ലാ വൈറ്റമിൻസും മിനറൽസും ബാലൻസ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നമ്മൾ ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യും. കൂടാതെ അതിൻ്റെ പാചകവും ക്യാമ്പിലെ ഒരു പ്രധാനപ്പെട്ട പഠന വിഷയമാണ്. നമ്മൾ ഈ ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള പഠനവും പരിശീലനവും നമുക്ക് ക്യാമ്പിൽ ലഭിക്കും. കൂടാതെ ഈ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള പാചകക്കുറിപ്പുകളെ തന്നെ ഒന്ന് ആരോഗ്യകരമായി പരിഷ്കരിച്ചുകൊണ്ട് രുചിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു 50-ൽ മേലെ റെസിപ്പികൾ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള ഡിജിറ്റൽ ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, റെസിപ്പികൾ ലഭിക്കും. അത് ക്യാമ്പിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ക്യാമ്പിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്തി ഡയറ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് പ്രോഗ്രാമുണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. രാത്രി നമ്മൾ നല്ല സുഖകരമായ കാലാവസ്ഥയിൽ, തണുത്ത കാലാവസ്ഥയിൽ ഒരു തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്ന് പരസ്പരം സംസാരിക്കുക, പാട്ട് പാടുക, പലതരത്തിലുള്ള വിഷയങ്ങളുടെ ഡിസ്കഷൻസും ഒക്കെയുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈജീനിക്സ് ലൈഫിൻ്റെ ഈ 4 ദിവസത്തെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ നമ്മൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ജോസ്ഗിരിയിലേക്ക് ഡയറക്റ്റ് KSRTC ബസ്സുകളുണ്ട്. ഇനി പിന്നെ നിയറസ്റ്റ് എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് മട്ടന്നൂരിനടുത്താണ്. മട്ടന്നൂരിൽ നിന്ന് പിന്നീട് ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം വഴി നിങ്ങൾക്ക് ആലക്കോടേക്ക് വന്നിട്ട് അങ്ങനെയും വരാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ആളുകൾ ചോദിക്കുന്നത് ഇവിടുത്തെ താമസ സൗകര്യമാണ്. താമസത്തിന് നമുക്ക് 7 ഫാമിലി റൂമുകളുണ്ട്. 7 ഫാമിലി റൂമുകളാണ് നിലവിൽ പുകയൂണി ഇക്കോ ഫാമിൽ, ഹൈജീനിക്സ് ലൈഫിൻ്റെ തന്നെ ട്രെയിനിങ് സെൻ്റർ ആയിട്ടുള്ള, ഹൈജീനിക്സ് ലൈഫിൻ്റെ തന്നെ ഓർഗാനിക് ഫ്രൂട്ട് ഗാർഡൻ ആയിട്ടുള്ള ഈ പുകയൂണി ഇക്കോ ഫാമിൽ 7 ഫാമിലി റൂമുകൾ നിലവിൽ അവൈലബിൾ ആണ്. ആദ്യം ബുക്ക് ചെയ്യുന്ന 7 കുടുംബങ്ങൾക്ക് നമ്മൾ ഈ ഫാമിലി റൂം നൽകുന്നതായിരിക്കും. ഫാമിലി ഭാര്യയും ഭർത്താവ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ 2 ഫ്രണ്ട്സ് ഒരുമിച്ച് ബുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും 2 പേർക്കാണ് നമ്മളൊരു ഫാമിലി റൂം, ഒരു റൂം നൽകുന്നത്. പിന്നെ ഡോർമെറ്ററി അക്കോമഡേഷൻ ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഡോർമെറ്ററി, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഡോർമെറ്ററി വിത്ത് നല്ല ഏറ്റവും പുതിയ മോഡേൺ ടോയ്ലറ്റുകളോട് സഹിതം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടി ഉള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഡോർമെറ്ററി അക്കോമഡേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി റൂമുകളും അവൈലബിൾ ആണ്. ഒരു ക്യാമ്പിൽ 15 മുതൽ 20 വരെ ആളുകളെയാണ് ഒരു ക്യാമ്പിലേക്ക് നമ്മൾ അഡ്മിഷൻ നൽകുന്നത്. എല്ലാ മാസവും 2 ക്യാമ്പുകൾ വീതം, സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലുമായിട്ട് 2 ക്യാമ്പുകൾ വീതം, സെക്കൻഡ് വീക്കിലും ഫോർത്ത് വീക്കിലുമായിട്ട് 2 ക്യാമ്പുകൾ വീതമാണ് നിലവിൽ നടത്തി വരുന്നത്. ഫാമിൻ്റെ ഉള്ളിൽ വരെ നിങ്ങൾക്ക് വാഹനവുമായിട്ട് വരാനുള്ള സൗകര്യമുണ്ട്. ഫാമിൻ്റെ ഉള്ളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് സ്വന്തം വണ്ടിയിൽ വരുന്നവർക്കും എത്തിച്ചേരാവുന്നതാണ്, സുഖമായി എത്തിച്ചേരാവുന്നതാണ്. അതിനും ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ആദ്യത്തെ ദിവസം ഉച്ചയോടുകൂടി ക്യാമ്പ് ആരംഭിക്കുകയും അവസാനത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ക്യാമ്പ് അവസാനിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മുൻകൂട്ടി തന്നെ നമ്മൾ ഈ ഡേറ്റുകൾ അനൗൺസ് ചെയ്യാറുണ്ട്. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും മറ്റൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ക്യാമ്പിലേക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യം പലതരത്തിൽ പല അറിവില്ലായ്മ കൊണ്ടും പല അശ്രദ്ധകൾ കൊണ്ടും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള ഒരുപാട്
അപാകതകൾ അല്ലെങ്കിൽ അപകടങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതിയും നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയും എല്ലാം ഏറ്റവും ആരോഗ്യകരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നിലവിലുള്ള ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗങ്ങളെ മാറ്റിയെടുക്കാനും നമ്മളെ സഹായിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും മറ്റ് ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യത്തിലൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം. അതെന്താണ്, അതിനെ നിർണ്ണയിക്കുന്ന, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ഓരോന്നിനെയും പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള കാര്യം. നമ്മളെ വീട്ടിൽ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 വീലർ കാർ ഉണ്ടെങ്കിൽ നമ്മളതിനെ കൃത്യമായി ഉപയോഗിക്കും അല്ലേ. അതിനെ യാതൊരു കേടുപാടുകളും സംഭവിക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയും മാത്രമല്ല ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ആ വണ്ടി സർവീസ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഈ വാഹനത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, നമ്മുടെ ജീവിതയാത്രയുടെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഈ വാഹനത്തെ കൃത്യമായിട്ട് കേടുപാടുകൾ കൂടാതെ ഉപയോഗിക്കാനും അത് നിരന്തരം നിശ്ചിത ഇടവേളകളിൽ സർവീസ് ചെയ്ത് റിജുവനേഷൻ നടത്താൻ അല്ലെ, പുനർജനിക്കാൻ നമുക്ക് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഏറ്റവും നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് ഓരോ തവണയും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട്. നമ്മൾ വാഹനങ്ങൾ കൊണ്ടുപോയിട്ട് സർവീസിന് കൊണ്ടു കൊടുക്കുന്നത് പോലെ ഒരു 3-4 ദിവസം നമുക്ക് ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു മാനസികവും ശാരീരികവുമായിട്ട് ഒരു ഉണർവ് നേടിക്കൊണ്ട് അസുഖങ്ങളുടെ സാധ്യതകളെ പ്രതിരോധിച്ചുകൊണ്ട് ഉള്ള രോഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു യാത്ര തുടരാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള വളരെ ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഹൈജീനിക്സ് ലൈഫിൻ്റെ ഈ ക്യാമ്പ്. ഇതിൻ്റെ ഫീസ് വിവരങ്ങൾ ഇതിൻ്റെ കൂടെ പറയാം. 7,500 രൂപയാണ് ഡോർമെട്രി അക്കോമഡേഷനോട് കൂടിയിട്ട് ഒരാൾക്ക് നമ്മൾ ഫീസ് വാങ്ങുന്നത്. ഡോർമെട്രി അക്കോമഡേഷനോട് കൂടിയിട്ടാണ്. ഇനി ഫാമിലി റൂമിനാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് 2 തരത്തിലുള്ള ഫാമിലി റൂമുകളുണ്ട്. ഒരു സ്പെഷ്യൽ ഫാമിലി കോട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ ബജറ്റ് ഫാമിലി റൂമുകളുണ്ട്. ബജറ്റ് ഫാമിലി റൂമുകൾ നമുക്ക് 5 എണ്ണമാണുള്ളത്. അത് 2 പേര് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപയാണ് 2 പേർക്ക്. ഒരാൾക്ക് 8,000 രൂപയെ വരുന്നുള്ളൂ. 8,500 ആണ് ആക്ച്വലി. പക്ഷേ 2 പേര് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളത് 8,000 രൂപ വീതം, അങ്ങനെ 16,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഫാമിലി റൂം അവൈലബിൾ ആയിരിക്കും. ഇനി സ്പെഷ്യൽ ഫാമിലി കോട്ടേജ് ആണ്, അത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, മറ്റ് സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള. അതിന് ഒരാൾക്ക് 9,500 ആണ്, 9,500 ആണ്. അപ്പോൾ 2 പേർക്ക് കൂടി 19,000. ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണ ചെലവ് പ്ലസ് നമ്മൾ അവിടെ നിന്നുള്ള ലോക്കൽ ജീപ്പ് യാത്രകളുടെ ചിലവ് മാത്രമേ കുട്ടികൾക്ക് വാങ്ങുന്നുള്ളൂ. കുട്ടികൾക്ക് മുതിർന്നവരുടെ അത്രയും ഫുൾ ഫീസ് അടക്കേണ്ടതില്ല. അവർക്ക് വേണ്ട ഭക്ഷണ ചെലവും ജീപ്പിൻ്റെ ചിലവും മാത്രം മതി. ഓക്കെ, അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഫാമിലി റൂം നമ്മൾ നൽകുക. അപ്പോൾ ഫാമിലി റൂം വേണ്ടവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഡോർമെട്രി അക്കോമഡേഷനോട് കൂടിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വൈകിട്ട് ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഒരു ബാച്ചിലേക്ക് നമ്മൾ 15 മുതൽ 20 വരെ ആളുകളെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് സീറ്റ് കൺഫേം ചെയ്യേണ്ട ആൾക്കാർ, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് അത് നേരത്തെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്നത് ആളുകളെ ഏറ്റവും ആരോഗ്യകരമായി, ഏറ്റവും സന്തോഷത്തോടു കൂടി, ഏറ്റവും സർഗാത്മകമായി, ഏറ്റവും അർത്ഥവത്തായി ജീവിക്കാൻ സഹായിക്കുന്ന, അതിനുവേണ്ട ശാസ്ത്രീയമായ വിവരങ്ങൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഒരു സ്പേസ് നൽകുന്ന ഒരു ലേണിംഗ് സെൻ്ററാണ് ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള ഈ ക്യാമ്പ് സെൻറ്റർ. ഓക്കെ, ഭാവിയിൽ നമ്മളവിടെ ഒരുപാട് പ്രോഗ്രാംസ് പലതരത്തിലുള്ള നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പരിശീലന കേന്ദ്രമായിട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈജീനിക്സ് ലൈഫിൻ്റെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത ആളുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് സെൻറ്റർ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത്. ഇത് തീർത്തും സാമൂഹ്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാമ്പ് സെൻറ്ററാണ്. നിങ്ങളവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും പൂർണ്ണമായിട്ടും ഈ ഒരു ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ തന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകും. ഇതൊരു വ്യക്തിപരമായിട്ട് ലാഭം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബിസിനസ് പ്രോഗ്രാം അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നിങ്ങളെ അറിയിക്കുകയാണ്. മുഴുവൻ ഈ ക്യാമ്പിൽ വരുന്ന വരുമാനം മുഴുവൻ ഈ ആരോഗ്യ ജീവിത വിദ്യാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുക. അപ്പോൾ താല്പര്യമുള്ളവർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ കൂടി നമ്മളിതിലേക്ക് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവുക. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഇതൊരു മുതൽക്കൂട്ടായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നന്ദി.